ഒരു അടിപൊളി പപ്പായ പേസ്റ്റ് പാക്ക് ഉണ്ടാക്കുക. അതിലേക്ക് വേണ്ടി 2 സ്പൂണ് പപ്പായയുടെ പേസ്റ്റും 1 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂണ് ചെറുതേനും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഇതൊരു ചെറിയ ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടല്ല, ഒരു 2 സ്പൂണോളം പപ്പായയിലകത്തുള്ള പൾപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂണ് ചെറുതേൻ, ഇത്രയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ലതാണ്. മുഖത്തുള്ള ഈ ചെറിയ കറുപ്പുകളും പുള്ളികളും പൊട്ടുകളും എല്ലാം പോവും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഡെയിലി തേക്കുന്നതാണ്, പക്ഷേ കാണിക്കൂലായിരുന്നു. പക്ഷേ ഇനി അത് കാണിച്ചു തുടങ്ങാമെന്ന് കരുതി, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തന്നെ നമ്മളങ്ങ് തേച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ മുഖത്ത് ശരിക്കും കറുപ്പുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ തേച്ച് തന്നെയാണ് എല്ലാ കറുപ്പും ഇളവിയത്. ഇപ്പോഴും ഉണ്ട്, എന്നാലും അത്രയ്ക്കില്ല. മുമ്പ് ഇഷ്ടംപോലെ കറുപ്പായിരുന്നു. 2 സൈഡ് ഇങ്ങനെ, ഈ 2 സൈഡും നല്ല കറുപ്പായിരുന്നു. എനിക്കപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും ഇങ്ങനെ കറുപ്പ് പിടിച്ചേന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇളവിയപ്പോൾ എൻ്റെ എല്ലാവരും ചോദിക്കും എന്ത് ചെയ്യണമെങ്കിൽ. അവർ എന്തെങ്കിലുമൊക്കെ ഇടുമെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ വയ്ക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പപ്പായൊക്കെ ഇപ്പോൾ എല്ലായിടും ഉള്ളത് തന്നെ. അത് കിട്ടുമ്പോൾ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കണം. കുറേ ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി കുറച്ച് ദിവസം ഇതൊക്കെ തന്നെയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കുറേ ബ്യൂട്ടി ടിപ്പുകളും തലയിൽ തേക്കാനുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്പുകളൊക്കെ കൂടി പറഞ്ഞു തരാം. ഇങ്ങനെ ഞാനിന്ന് നല്ലവണ്ണം തേച്ചൊക്കെ പിടിപ്പിച്ചു. ഇങ്ങനെ ഞാൻ തേച്ചൊക്കെ പിടിപ്പിച്ചു. ഇനി ഒരു 20 മിനിറ്റ് വരാം ഇങ്ങനെ വച്ചിരിക്കുക. അപ്പോൾ നല്ലവണ്ണം ഉണങ്ങിയ ശേഷം കഴുകിയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ. ഇതാ നല്ലവണ്ണം ഉണങ്ങി. ഞാനൊന്ന് കഴുകിയിട്ട് വരാം, എന്നിട്ട് കാണാം. കഴുകിയിട്ട് കാണാമേ. നല്ലവണ്ണം ഉണങ്ങി കേട്ടോ. കുറച്ച് ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത്രയൊക്കെ മതി. നല്ലവണ്ണം ഉണങ്ങി കേട്ടോ. അതാ നോക്കിക്കോളേ. നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ പാക്ക് ഉണ്ടാക്കി മുഖത്തിട്ട് നോക്കണം. കണ്ടോ, നല്ല റിസൾട്ട് കിട്ടും. നല്ലവണ്ണം ഉണങ്ങി. കണ്ടോ, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. സത്യം അടിപൊളി. നിങ്ങളെല്ലാവരും ഇട്ട് നോക്കണം. നല്ല സൂപ്പറായിരിക്കുന്നു. അടിപൊളി.